ഹേ ഗായ്സ്, അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. എല്ലാവർക്കും ഈദ് മുബാറക്. നമ്മൾ വീഡിയോ എടുക്കാൻ കുറച്ച് ലേറ്റ് ആയിട്ടോ. ഇപ്പോൾ രാവിലെ എണീച്ച് നിസ്കാരമെല്ലാം കഴിഞ്ഞ് ഫുഡെല്ലാം കഴിച്ച് ഈ ഇൻട്രോ എടുക്കുമ്പോൾ തന്നെ ഉച്ച കഴിഞ്ഞിക്ക് ഞാൻ സാധാരണ വീഡിയോ ഇടൽ കഴിഞ്ഞ പ്രാവശ്യമൊക്കെ പെരുന്നാളിൻ്റെ വീഡിയോ ഇടൽ എന്ന് പറഞ്ഞാൽ രാവിലെ മുതലുള്ള എല്ലാ കാര്യങ്ങളും ഫുഡ് ഉണ്ടാക്കുന്നതും നമ്മൾ ബിരിയാണി വെക്കുന്നതടക്കം വീഡിയോ ഇട്ടിനു. പക്ഷേ ഇപ്രാവശ്യമല്ലേ മോന് പള്ളിയിൽ പോകണം, പിന്നെ ഓൻ എണീക്കാൻ ലേറ്റായി, നമ്മൾ ഫുഡ് ഉണ്ടാക്കാൻ ലേറ്റായി. അപ്പം ഞാൻ വീഡിയോ എടുത്ത് നിന്നാൽ ശരിയാവില്ലല്ലോ. അതുകൊണ്ട് തന്നെ നമ്മൾ അതൊന്നും വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. പെരുന്നാൾ എന്ന് പറഞ്ഞാൽ കാര്യമായിട്ട് വിശേഷമൊന്നുമില്ല കേട്ടോ. എന്ന് വെച്ചാൽ രാവിലെ എണീച്ച് പെരുന്നാൾ നിസ്കാരം കഴിഞ്ഞ് കുളി കഴിഞ്ഞ് പെരുന്നാൾ നിസ്കാരം കഴിഞ്ഞ് രാവിലെ തന്നെ ഫുഡെല്ലാം കഴിച്ച് പിന്നെന്താ കിടന്നുറക്കം. ഇതാണ് ഞങ്ങളെ വലിയ പെരുന്നാൾ പറഞ്ഞാൽ. പിന്നെ ബഷീൽക്കരം എല്ലാം വരാൻ നല്ല ലേറ്റ് ആയിരിക്കും, രാത്രി ആയിരിക്കും. അപ്പോൾ പിന്നെ എവിടെ പോയിക്കൊന്നുമില്ല. അപ്പം അങ്ങനത്തെ വീഡിയോസ് ഒന്നുമില്ല. ജസ്റ്റ് എങ്ങനെയാണ് പെരുന്നാൾ, ഞങ്ങളെ പെരുന്നാൾ എങ്ങനെയാണോ എന്ന് കാണിച്ചു തരാം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കണ്ട. ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. ഈ ഒരു സീന് നമ്മൾ ഫുഡെല്ലാം കഴിച്ച് കഴിഞ്ഞിട്ടുള്ളതാണ്. നമ്മൾ കുറച്ച് ഫോട്ടോ എടുക്കാൻ പോവുകയാണ്. അതിന് വേണ്ടിയിട്ട് ആദ്യം മാറ്റിക്കുകയാണ് കേട്ടോ. അപ്പോൾ കുറേ പരാതിയൊക്കെ പറയുന്നുണ്ട്. പൈസ കാട്ടിയിട്ടും അങ്ങനെയൊക്കെ കുരുത്തക്കേട് കളിച്ചിട്ടുള്ള ആ ഒരു കരച്ചിലും വരച്ചിലാണ്. മാറ്റിക്കാൻ സമ്മതിക്കുന്നേ ഇല്ല. പിന്നെ എങ്ങനെയൊക്കെയോ പിടിച്ച് മാറ്റിച്ച് നമ്മൾ ഷോപ്പിങ്ങിൻ്റെ വീഡിയോ ഇട്ടിരുന്നു. നമ്മൾ ഈദ് ഷോപ്പിങ്ങിൻ്റെ. അപ്പോൾ അതിൽ ഞാൻ അതിക്കുള്ള ഡ്രസ്സെല്ലാം കാണിച്ചു തന്നെയാണ്. എന്നാലും നിങ്ങളൊന്ന് കാണിക്കുക. നല്ലൊരു ബാഗി പാൻറ്റും അതിലേക്കൊരു ഫുൾ സ്ലീവ് ടീഷർട്ടും കൂടി ആട്ടോ എനിക്ക് എടുത്തിട്ടുണ്ടേനെ. അവിടെ നിന്ന് ഇട്ട് നോക്കിയപ്പോൾ നല്ല രസമുണ്ട്. അതുകൊണ്ട് തന്നെ അതെടുത്ത് പൈസയ്ക്ക് ഈ ഒരു ഡ്രസ്സ് തപ്പി കുറേ തപ്പിയിട്ടാണ് ഈ ഒരു ഡ്രസ്സ് കിട്ടിയത്. നിങ്ങൾ ആ വീഡിയോയിൽ കണ്ടിട്ടുണ്ടാവും. ഓനക്കൊരു 6-7 ഡ്രസ്സ് ഇട്ടതിന് ശേഷമാണ് ഈ ഒരു ഡ്രസ്സ് നമ്മൾ സെറ്റാക്കി എടുത്തത്. അപ്പോൾ ഇഷ്ടപ്പെട്ടോ ഇല്ലേ എന്നുള്ളത് കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട. പിന്നെ നിങ്ങൾക്കെല്ലാം ഡ്രസ്സ് എടുത്തെന്ന് വിചാരിക്കുന്നത്. അപ്പോൾ അതോടെ ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതാ നമ്മൾ മാറ്റലൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഒന്നെ മാറ്റൽ കാര്യമായിട്ടൊന്നുമില്ല, കുറച്ച് പൗഡർ ഇടുന്ന് ആ ഡ്രസ്സ് അങ്ങോട്ട് മാറ്റി കൊടുക്കുന്നത്, അത്ര മാത്രമേ ഉള്ളൂ. അപ്പോൾ നമുക്കിനി ഫോട്ടോ എടുക്കാൻ പോവാം. നമ്മൾ കുറേ ദൂരം പോയിട്ടൊന്നല്ല കേട്ടോ ഫോട്ടോ എടുക്കുന്നത്. നമ്മളെ വീടിൻ്റെ തൊട്ടടുത്ത് തന്നെ നമ്മളെ റോട്ടുമ്മൽ മതിലിനോട് ചേർത്തിട്ട് ആ വീട്ടുകാർ നല്ല രസത്തിൽ ഇങ്ങനെ ചെടി വളർത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അവിടെ പോയിട്ട് ഫോട്ടോ എടുക്കാമെന്നാണ് വിചാരിക്കുന്നത്. നല്ല ഭംഗിയില്ല ആ ഒരു ഇവിടെ നിന്ന് ഫോട്ടോ എടുത്താൽ നല്ല ഭംഗിയായിരിക്കും കേട്ടോ. അപ്പോൾ അങ്ങനെ ഫോട്ടോ എടുക്കാൻ വെച്ചിട്ട് ഞങ്ങൾ കുറേ പോസൊക്കെ ഓനക്ക് കാണിച്ചു കൊടുക്കുന്നുണ്ട്. പക്ഷേ ഓനെ കൊണ്ട് പറ്റാവുന്നിടത്തോളം ഒന്നും തന്നെയുണ്ട്. അപ്പം ഇപ്പോൾ എടുത്ത ഫോട്ടോസൊക്കെ ഞാൻ ലാസ്റ്റ് പോസ്റ്റ് ചെയ്യാം കേട്ടോ. ലാസ്റ്റ് വീഡിയോൻ്റെ ലാസ്റ്റ് ഞാൻ കാണിക്കുന്നതാണ്. അപ്പോൾ ഫൈസിക്ക് അങ്ങനെ വലിയ ഇൻട്രസ്റ്റ് ഒന്നുമില്ല കേട്ടോ ഫോട്ടോ എടുക്കാനും. അവൻ ആദ്യം ചെറുതിലേ അങ്ങനെ പറഞ്ഞാലൊന്നും പിടിച്ച് നിർത്തുക എന്നല്ലാണ്ട് ഓനായിട്ട് നിൽക്കുകയൊന്നുമില്ല കേട്ടോ. അങ്ങനെ നമ്മൾ കുറച്ച് അധികം ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ട്. അപ്പോൾ എടുത്ത ഫോട്ടോസ് കാണണമെങ്കിൽ ഫുള്ളായിട്ട് വീഡിയോ കാണുക. അപ്പോൾ ഇതാ എല്ലാവരും ഫോട്ടോഷൂട്ട് നടക്കുന്നത്, നമ്മളത് മാത്രമല്ല മക്കളത് മാത്രമല്ല വലിയവരതും എല്ലാവരും ഇങ്ങനെ ഫോട്ടോ എടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ എല്ലാവരും ഫോട്ടോ എടുക്കലൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ നേരെ പുരയ്ക്ക് തന്നെ പോയി. ഉച്ച കഴിഞ്ഞിട്ടായിട്ട് ഫോട്ടോ എടുക്കലൊക്കെ ഉണ്ടായിരുന്നത്. പക്ഷേ ഞാൻ അപ്ലോഡ് ചെയ്യുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ അപ്ലോഡ് ചെയ്യുന്നുള്ളൂ. പിന്നെ അതാ നമ്മൾ ബിരിയാണി, നമ്മൾ ചിക്കൻ ബിരിയാണിയാണ് ഇപ്രാവശ്യം വെച്ചിട്ടുള്ളത്. ബീഫ് നമുക്ക് എന്തായാലും കിട്ടുമല്ലോ, പള്ളിയിൽ നിന്ന് കിട്ടും. അതുകൊണ്ട് തന്നെ ചിക്കൻ ബിരിയാണിയാണ് വെച്ചിട്ടുള്ളത്. ഇത് ഈ ഒരു വീഡിയോ കറക്റ്റ് പറഞ്ഞാൽ സമയം ഒരു നിസ്കാരം കഴിഞ്ഞ് ഇറങ്ങിയപാട്, പള്ളിയിൽ നിന്ന് നിസ്കാരം കഴിഞ്ഞ് ഇറങ്ങിയപാട് നമ്മൾ ദം പൊട്ടിച്ചിട്ട് കഴിച്ചിട്ടുണ്ടേനു. പക്ഷേ വീഡിയോ എടുക്കുമ്പോൾ ഞാൻ പറഞ്ഞല്ലോ എഡിറ്റ് ചെയ്തപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ആക്കിയിട്ട് മാറ്റിയെന്നുള്ളൂ. അടിപൊളി ബിരിയാണിയേനു. അപ്പം നമ്മൾ പൊതുവേ നാസ്ത കഴിക്കല്ല, രാവിലത്തെ നാസ്ത കഴിക്കാണ്ട് നമ്മൾ പള്ളിയിൽ നിന്ന് ഇറങ്ങിയപാട് ചോറാണ് കഴിക്കൽ. സാധാരണ നമ്മൾ നാസ്ത കഴിച്ച് ഉച്ചക്കല്ല ബിരിയാണി കഴിക്കൽ. നമ്മൾ രാവിലെ തന്നെ 9 മണിയാകുമ്പോഴേക്കും 9:30 ആകുമ്പോഴേക്കും നമ്മൾ ചോറ് കഴിക്കും. ബിരിയാണി എന്താണോ എല്ലാവരും അങ്ങനെ ഒന്നുമല്ല കേട്ടോ, നമ്മളങ്ങനെയാണ്. ഇത്രയും കൊല്ലമായിട്ട് ആ ശീലത്തിനൊന്നും ഒരു മാറ്റവും വന്നില്ല. നമ്മൾ ഫാമിലി എല്ലാവരും ഉണ്ടായിരുന്നു, അളിയനും താത്തയും ബാക്കി എല്ലാവരും ഉണ്ടായിരുന്നു, പിന്നെ നമ്മളും ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ബിരിയാണിയൊക്കെ കഴിച്ച്
പിന്നെ പ്രത്യേകിച്ച് പരിപാടിയൊന്നുമില്ല. നമ്മൾ ചെറുതാകുമ്പോൾ അയൽവാസികളുടെ വീട്ടിലൊക്കെ പോയിട്ടു. ഇപ്പോൾ നമ്മൾ വലുതായില്ലേ, അതുകൊണ്ട് തന്നെ ഇപ്പോൾ ആ പരിപാടിയും ഇല്ല. ഞാൻ തലശ്ശേരിയല്ല, കഴിഞ്ഞ ചെറിയ പെരുന്നാൾക്ക് തലശ്ശേരി ആയതുകൊണ്ട് അടുത്ത കുറേ വീഡിയോസൊക്കെ എടുത്തിരുന്നു. എന്താ വെച്ചാൽ എല്ലാവരും വീട്ടിലും പോകുന്ന അങ്ങനത്തെ വീഡിയോസൊക്കെ എടുത്തിരുന്നു. പിന്നെ ബഷീൽക്ക് ഉണ്ടെങ്കിൽ ബഷീൽക്ക് ലേറ്റ് ആയിക്ക് വരാൻ, രാത്രി ആയതുകൊണ്ട് തന്നെ നമ്മൾ പിന്നെ എവിടെയും പോകാനൊന്നും നിന്നില്ല. അങ്ങനെ ഞങ്ങളെ പെരുന്നാൾ പറഞ്ഞാൽ രാവിലെ എണീച്ച് കുളിച്ച് മാറ്റി നിസ്കാരമെല്ലാം കഴിഞ്ഞ് ഇതുപോലെ തന്നെ ബിരിയാണി എല്ലാം കഴിച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് റെസ്റ്റാണ്. പിന്നെ എന്താണെന്നറിയില്ല, ഭയങ്കര ഒരു ഉറക്ക ക്ഷീണം. രാവിലെ ബിരിയാണി കഴിച്ചുകൊണ്ടായിരിക്കും നല്ലൊരു ഉറക്കമുറങ്ങും. പിന്നെ ആ ഒരു ഉറക്കം ഉറങ്ങി എണീക്കുമ്പോൾ തന്നെ വൈകുന്നേരമാവും. അങ്ങനെയാണ് നമ്മളെ പെരുന്നാൾ എല്ലാ കൊല്ലവും എനിക്ക് തോന്നുന്നു അങ്ങനെ കേട്ടോ. പിന്നെ ഞാൻ നാട്ടിലാകുമ്പോൾ മാത്രമേ ചെറിയ മാറ്റങ്ങൾ വരാറുള്ളൂ, ഇടയിലൊക്കെ പോകും. പക്ഷെ നമ്മൾ ഇതന്നെ നമ്മളെ പെരുന്നാൾ ഇതോടുകൂടി അവസാനിച്ച്. പിന്നെ ബിരിയാണി മാത്രമല്ല, നമ്മൾ എന്തെങ്കിലും മധുരവും ഉണ്ടാക്കും, പായസം. പിന്നെ മെയിനായിട്ട് ഉമ്മ ഉണ്ടാക്കുന്നതാണ് ഉണ്ണിയപ്പം അല്ലെങ്കിൽ നെയ്യപ്പം എല്ലാ പെരുന്നാൾക്കും ഉണ്ടാവും. ഇത് അയൽവാസികൾക്കൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഉണ്ണിയപ്പം ഉണ്ടാക്കും, നെയ്യപ്പം ഉണ്ടാക്കും, പായസം ഉണ്ടാക്കും, പിന്നെ ബിരിയാണിയും. ഇതൊക്കെയാണ് നമ്മൾ അയൽവാസികൾക്ക് കൊടുക്കുന്നത്. പിന്നെ വലിയ പെരുന്നാൾ എന്ന് പറഞ്ഞാൽ നമുക്ക് മെയിനായിട്ട് അറവ് അക്കീക്കത്ത് അറക്കുക എന്നുള്ളൊരു സംഭവമാണല്ലോ. അതും അവിടെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. നമ്മളെ വീട്ടിൽ നിന്ന് നേരെ നോക്കിയാൽ കാണും കേട്ടോ. അപ്പോൾ ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്തുന്നുള്ളൂ. നമുക്ക് നമ്മളെ ഫോട്ടോസ് നോക്കിയാലോ.